ഹലോ സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളിലൊരാൾ. ഞാനിപ്പോൾ ലൈവിൽ വന്നത് ഒന്നുമില്ല, വെറുതെ വന്നതാ. ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ വന്നതാണ് ഞാൻ. കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം, പറഞ്ഞാൽ അറിയായിരിക്കും. എന്നാലും അതൊന്നും അറിഞ്ഞിട്ട് പോരാ, അതിനുവേണ്ടി വന്നത് ഞാൻ. വേറെ ഒന്നല്ല, എല്ലാവരും ഡ്രൈവർമാരാ, എല്ലാവരും വണ്ടി ഓടിക്കണാണ്. കുടുംബം പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അത് ഞാൻ വന്നത് ഒരു കാര്യം പറയാനായിട്ടായിരുന്നു. മഴയും വെള്ളമൊക്കെയാണ്. വണ്ടിയൊക്കെ ഒതുക്കുമ്പോൾ നോക്കി ഒതുക്കാം. കാരണം അറിയോ, ഇപ്പൊ ഈ പാലക്കാട് റൂട്ടിൽ എൻ്റെ മുമ്പിൽ കയറ്റി വന്നതാ, കട്ട കയറ്റുന്ന കോയമ്പത്തൂർ കട്ട കയറ്റി വന്ന വണ്ടി നമ്മുടെ വടക്കഞ്ചേരി തൊട്ട് മുമ്പ്, പാലക്കാട് നിന്ന് വരുമ്പോൾ വടക്കഞ്ചേരി തൊട്ട് മുമ്പ് ഒരു സൈഡിൽ കൂടെ എടുത്താണ് വണ്ടി. സൈഡിൽ കൂടെ എടുത്തതാ വണ്ടി. ആ വണ്ടി അങ്ങനെ മറന്നുപോയി, ഭാരത് ബെൻസ്. അതായത് കാറുകാർക്ക് അതിൽ കൂടെ പോകാല. അപ്പം നമ്മ റോഡ് പണി നടക്കല്ലേ, അപ്പോൾ റൈറ്റിൽ കൂടെ എടുത്തതാണ്. വണ്ടി അങ്ങനെ തന്നെ പോയി. അപ്പോൾ അത് കട്ട മാറ്റി വേറെ വണ്ടി കയറ്റിയാണ് ഇപ്പോൾ. അപ്പോൾ എൻ്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നത്. എവിടെ വണ്ടി ഒതുക്കുന്നുണ്ടെങ്കിലും, എവിടെ ഇട്ട് ഉറങ്ങുന്നുണ്ടെങ്കിലും, ദൈവത്തെ ഓർത്ത് വല്ല പമ്പില അല്ലെങ്കിൽ വല്ല ദാബയിൽ കിടന്നിട്ട് ഉറങ്ങും. 4 ആളുള്ളടുത്ത്. അർജുൻ പോയത് അറിയാല. അതുപോലെ വല്ല മണ്ണിടുന്നതിൻ്റെ ഭാഗത്തൊന്നും പോയി കിടക്കണ്ട. ഉറക്കം വരുന്നത് എങ്ങനെയെങ്കിലും ചായ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചിട്ടെങ്കിലും ദാബേല വല്ല പമ്പിലെങ്കിലും എത്തിക്കാൻ നോക്കും. മനസ്സിലാവണ്ട, മഴയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ലൈവിൽ വന്നത്. ഇപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കാനാണ്. ഞമ്മ മനഃപൂർവ്വം പോയിട്ട് ചാടില്ല. അറിയാതെ പറ്റിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്യുകൊള്ള. മഴക്കാലമാണ്. നമ്മ വല്ല മലയുടെ മറ്റേ മണ്ണെടുത്ത ഭാഗത്തൊന്നും കൊണ്ട് വണ്ടി ഇടണ്ട. അതുപോലെ കഴിയുന്നതും വല്ല ദാബ അല്ലെങ്കിൽ വല്ല പമ്പ 4 ആളുകളുള്ള ഏരിയയിൽ കൊണ്ട് ഒതുക്കുക. അതാണ് നല്ലതിപ്പോൾ. അതുപോലെ അത് ഒതുക്കണോടത്ത് ശ്രദ്ധിച്ച് ഒതുക്കുക. കുഴിയുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഒതുക്കുക. നമുക്ക് മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ വെക്കാം. അല്ലാതെ ഒരു കാരണവശാലും ഒതുക്കാൻ നിൽക്കരുത്. അതുപോലെ റോഡ് പണി നടക്കുന്നുണ്ട്, ഒരിക്കലും റൈറ്റ് അധികം കയറ്റി ഓടിക്കരുത്, ഇടിയും. അതുപോലെ സെൻറ്റർ ഇട്ട് ഓടിക്കണ്ട. അത്ര വലിയ ഓടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് എവിടെയെങ്കിലും ആ സ്ലാവുമ്പോൾ കയറ്റാണ്ട് ലെഫ്റ്റ് നോക്കിയിട്ട് അവരോട് പൊക്കോളാൻ പറയാം. മനസ്സിലാവണ്ട, നമ്മൾ ഓടും വണ്ടിക്കാരാ. എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ വീട്ടിനെ പോവുള്ളൂ, നമ്മുടെ മക്കൾക്ക്, കൂടപ്പുറപ്പുകൾക്കൊക്കെ. അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ. എൻ്റെ ഒരു കൂടപ്പുറപ്പ് എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടാ. വണ്ടിയൊക്കെ അതുപോലെ നോക്കി ഓടിക്കുക. ചവിട്ടിയാൽ ചിലപ്പോൾ നിൽക്കില്ല. അതുപോലെ ആയം പോലെ പോയാൽ മതി. മലയാളിമാർക്ക് അത്ര ധൃതിയാണെങ്കിൽ അവർ വന്ന് ഓടിച്ചോളാൻ പറ. അതുപോലെ പതുക്കെ പോവുക, നോക്കിയും കണ്ടൊക്കെ തിരിക്കുക എല്ലാ സ്ഥലത്തും. അപകടം എവിടെ കിടക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലാവണ്ട. അപ്പോൾ ഓക്കെ, ബൈ.